ഡോക്ടർ ജയരാജ്, ഇവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോൾ ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ട SOP ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കൽ സൈഡ് വരുമ്പോഴേക്കും നമുക്ക് ഇപ്പോഴും അറിയില്ല നിപ്പ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഈ അമീബിക് മസ്തിഷ്കം ഏത് രീതിയിൽ എങ്ങനെ എപ്പോൾ ആർക്കൊക്കെ വരുന്നു എന്നവരെ നമുക്ക് ഇപ്പോഴും അറിയില്ല. പോട്ടെ, ഉറവിടം അറിയാത്ത കാര്യം. ഉറവിടം അറിയാവുന്നൊരു അസുഖമുണ്ട്, എലിപ്പനി എന്നാണ് പേര്. ഡോക്സിസൈക്ലിൻ കഴിച്ചാൽ എലിപ്പനി വരില്ലെന്ന് നമുക്കറിയാം. വന്നാൽ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്കറിയാം. ആ പനിയിൽ ഈ വർഷം ഇതുവരെ 156 പേര് മരിച്ചു. 122 പേർക്ക് എലിപ്പനി മരണമെന്നാണ് സംശയം. രണ്ടോടെ കൂട്ടിൽ എന്തൊരു വലിയ കണക്കാണ്. അപ്പോൾ എന്തോ ഒരു പിഴവ് സംഭവിക്കുന്നില്ല ഡോക്ടർ ജയരാജ്? കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസിന്റെ കാര്യത്തിൽ ഡോക്സിസൈക്ലിൻ കഴിച്ചിട്ട് മാത്രമേ ഈ ക്ലീനിങ് തൊഴിലാളികളാണെങ്കിലും അല്ലെങ്കിലുള്ളവരാണെങ്കിലും മഴവെള്ളത്തിലും ചാലുകളിലും ഒക്കെ ഇറങ്ങാമെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതിനെക്കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം അത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2023 പബ്ലിക് ഹെൽത്ത് ആക്ട് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത് വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫെറ്റാലിറ്റി എന്ന് പറയുന്നത് 94% ആണ്. വേൾഡ് വൈഡ് ആണെങ്കിൽ കേരളത്തിൽ അത്രയും ഇല്ല, 24% മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്ന ഒരു ഡോക്ടർ പറഞ്ഞത് ഇത് കാരണമാണോ ആളുകൾ മരിക്കുന്നത്, ഇത് കൃത്യമായിട്ടുള്ള അമീബിക് മസ്തിഷ്ക ജ്വരമാണോ, ഇത് മൂക്കിനുള്ളിൽ എത്തിയിട്ടാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആദ്യം ഉന്നയിക്കുണ്ടായല്ലോ. ആദ്യം സംസാരിച്ച ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള സംശയങ്ങൾ നമുക്കുണ്ട്. നമ്മളിനി ഓവറായിട്ട് കണ്ടെത്തുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഓവർ ഡയഗ്നോസിസ് കൊണ്ടാണോ ഇത് വരുന്നത്. പക്ഷേ എന്തായാലും ഒരു പാനിക്കിംഗ് സിറ്റുവേഷൻ, മരണങ്ങളെല്ലാം നമ്മൾ തടയപ്പെടേണ്ടതാണ്. എന്നാലും ഒരു പാനിക്കിംഗ് സിറ്റുവേഷൻ ഒന്നും ഇല്ല. ഇവിടെ പിന്നെ MK ഹരിദാസ് പറഞ്ഞതുപോലെ ചെന്നൈയിൽ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് വെച്ചാൽ ചെന്നൈയിൽ നോബഡി കെയർസ് അബൌട്ട് പീപ്പിൾ. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചാലും അവിടെ സർക്കാരിൻ്റെ കണക്കിലൊന്നും വരാറില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ഓരോ ജീവനും നമ്മൾ അത്രയധികം വില മതിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ടുള്ള കണക്കുകളും ഡേറ്റയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്. ഏത് കാര്യമാണെങ്കിലും, ആത്മഹത്യയുടെ കാര്യമാണെങ്കിലും, ഒരിക്കൽ ഞാൻ ചെന്നൈയിൽ ഒരു സ്ട്രീറ്റിൽ പോയി താമസിച്ചപ്പോൾ ഒരാഴ്ച ഞാൻ സെൽഫ് ഇമൊല്യൂഷൻ കേസ് കണ്ടത് 8 എണ്ണമാണ്. പക്ഷേ കേരളം ആത്മഹത്യ നിരയിൽ 1 നമ്മൾ പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ചെന്നൈയിൽ അത് ഒരു പണം കിടന്നാൽ അവിടെ എടുത്ത് മറവ് ചെയ്യുന്നതെന്നല്ലാതെ, ഒരു ശവം കിടന്നാൽ എടുത്ത് മറവ് ചെയ്യുന്നതല്ലാതെ ഇത് ആര് എവിടെ എങ്ങനെ മരിച്ചു. അവിടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വയസ്സായ ആളുകളൊക്കെ വന്നിട്ട് ഈ കൽമണ്ഡപങ്ങളിൽ വന്ന് മരിച്ചു വീഴുകയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിനെ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അതവിടെ നിൽക്കട്ടെ. അത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവിടെ മരിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നു. പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും അത് കുറച്ചുകൂടി ചിന്തിച്ചു കഴിയുമ്പോൾ കാര്യമായി ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇവിടെ നമ്മൾ ഹരിതസേന വഴി, ത്രിതല പഞ്ചായത്തുകൾ വഴി, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇത്തരത്തിലുള്ള ബോധവൽക്കരണം എല്ലാ ചാനലുകളിലും, എല്ലാ റേഡിയോ ചാനലുകളിലും, പിന്നെ വീടുകളിൽ ഇതുണ്ടല്ലോ, നമ്മുടെ ഡെങ്കിപ്പനി എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശുദ്ധജലം കെട്ടി നിൽക്കുന്ന AC ഡക്റ്റുകളും ചിരട്ടകളും ടയറുകളും ഒക്കെ ഒഴിവാക്കാനായിട്ട് പറയുന്നത്. ഡെങ്കിപ്പനി ഇതിനിടയിലൂടെ കൂടുന്നുണ്ട്. ഡെങ്കിപ്പനി മൂലമുള്ള മരണങ്ങൾ ഇതിന്റെ ഒപ്പം നടക്കുന്നുണ്ട്. ജാപ്പനീസ് എൻസെഫലൈറ്റിസിന്റെ കേസസ് ഉണ്ട്, നിപ്പയുടെ കേസസ് ഉണ്ട്, എല്ലാ പനിയുണ്ട്. ഇപ്പൊ സാധാരണ ഇൻഫ്ലുവൻസ പിടിച്ച് മരിക്കുന്നവരുടെ കണക്ക് സർക്കാർ വെബ്സൈറ്റിൽ നടപ്പുണ്ട്. ഇൻഫ്ലുവൻസ സാധാരണ പനി, ഏത് പനിയാണ് ആളെ കൊല്ലാത്ത പനി? ടൈഫോയിഡ് വരുന്നുണ്ട്. ഒരുപാട് കേസസിൽ അങ്ങനെ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് വരുന്നതാണ്, ചെളിയിൽ നിന്നാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നതെന്നൊക്കെയാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത്. അതിന് എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കൃത്യമായി നമ്മൾ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കിണറ്റിലെ വെള്ളത്തിൽ നമ്മൾ ക്ലോറിനേഷൻ ഉറപ്പാക്കണം. വീടുകളിൽ കിണറ്റിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നെങ്കിലും നമ്മൾ കോർപ്പറേഷനിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്തെല്ലാം കൃത്യമായി ക്ലോറിനേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ സ്വകാര്യ നീന്തൽക്കുളങ്ങളിലും പൊതു നീന്തൽക്കുളങ്ങളിലും ഈ പറഞ്ഞ കണക്കുള്ള നീന്തൽ പരിശീലിപ്പിക്കുന്ന മറ്റു കുളങ്ങളുണ്ടല്ലോ, തദ്ദേശ സ്വയംഭരണം, ഒരുപാട് കുളങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തു. ഈ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് കുളങ്ങൾ ക്ലീൻ ചെയ്യുക, അതിന് എല്ലാ വർഷവും ക്ലീനപ്പ് പ്രോഗ്രാം നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം, ഈ പറഞ്ഞ കണക്കുപോലെ വെള്ളം നിൽക്കാത്ത സ്ഥലത്ത് ഡ്രെയിനേജ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടാക്കി വെക്കുകയും ആ ഡ്രെയിനേജിനകത്തൂടെ പലപ്പോഴും ഈ കുളത്തിലേക്ക് റോഡിലൂടെ ഒഴുകി വരുന്ന വെള്ളം തന്നെ കുളങ്ങളിൽ ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ ഇതുപോലെ ബാക്ടീരിയാസ് പെറ്റ് വരികാനും അതിൽ നിന്ന് അമീബ വരാനും ഒക്കെ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. കേരളത്തിൽ അത്രയധികം ജലാശയങ്ങളുണ്ട്. അത് വാട്ടർ ബോഡീസ് ലോകത്തുള്ള എവിടെയുമുള്ള പനികളൊക്കെ നമുക്ക് ഇവിടെ സാമ്പിൾ പോലെയോ സ്പെസിമെൻ പോലെയോ ഒക്കെ ഇവിടെ ഉണ്ടാവുന്ന സ്ഥലമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.